ഹൈബിക്ക് കൺഗ്രാജുലേഷൻസ്. ഞങ്ങളുടെ MP ആയി വീണ്ടും വന്നു. അതുപോലെ ജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ ഓട്ടത്തിൽ പങ്കെടുത്ത എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം നിസ്സാര പണിയല്ല എടുത്തത്. പിന്നെ ജനങ്ങളുമായി അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞു. ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആദരവും പങ്കിടാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെവിടെ ചെന്നാലും, ഞങ്ങൾ സ്ഥാനാർത്ഥികൾ എവിടെ ചെന്നാലും ജനങ്ങൾ തിരിച്ചറിയും. അവരുടെ ഒരു സ്നേഹം എന്തായാലും കിട്ടും. ഇതിന്റെ ഭാഗമായി നമുക്ക് കുറേ അവസരങ്ങളും കിട്ടും. ഞാൻ അതിനുശേഷം ദുബായിലൊക്കെ ഒരു 8 സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. UAE പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു അലയൊലികളായിട്ട് തന്നെ കാണുന്നു. മഴ പെയ്ത് തുറന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് പോലെ. പിന്നെ റിസൾട്ടിന്റെ മൊത്തത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ പൗരന്മാരെ, വോട്ട് അവകാശമുള്ളവരെ, വോട്ടർമാരെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം NDA ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചു, BJP ജയിച്ചോ ജയിച്ചു, തോറ്റോ എന്ന് ചോദിച്ചാൽ തോറ്റു. ആ പരുവത്തിൽ ഇന്ത്യയിൽ ശക്തമായി ജനങ്ങൾക്ക് സംസാരിക്കാൻ, ജനങ്ങളുടെ ശബ്ദമായി മാറാൻ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി. പ്രതിപക്ഷത്തെ ഇന്ത്യയെ ഉണ്ടാക്കി. ഇനി അത് പ്രതിപക്ഷമാണോ ഭരണപക്ഷമാകുമോ എന്നൊന്നും നമ്മളിനിപ്പോൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം. അപ്പോൾ ഏതായാലും നല്ലൊരു ബാലൻസിങ് ആയിട്ടുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ വോട്ടർമാർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് വലിയ ബിഗ് സല്യൂട്ട്. ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ പലപ്പോഴും പറയും കേരളത്തിൽ പ്രബുദ്ധരായ വോട്ടർമാർ മറ്റുള്ളിടത്ത് അങ്ങനെയല്ല എന്ന്. പക്ഷേ നല്ല പ്രബുദ്ധതയോടുകൂടി നോക്കൂ, ഇവൺ 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ കുറെ കൂടി പ്രബുദ്ധരായി അത് കാണിച്ചു. കേരളത്തിലപ്പോൾ കാണിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പരമ്പരാഗതം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ പുരോഗമനം പറയുകയും പരമ്പരാഗതം ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹം. അതും നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ കൃത്യമായൊരു രീതി. അപ്പൊ അതിൽ ഞാൻ കാണുന്നത് ആദരണീയനായ കവി മുരുകൻ കാട്ടാക്കടയുടെ 2 വരികളാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഈ റിസൾട്ട് മൊത്തത്തിൽ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വോട്ടർമാരോട് പറഞ്ഞത്, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ, അതൊരു വലിയൊരു സന്ദേശമാണ്. വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തന്റെ ഇന്ത്യയെ, മതേതരത്വ ഭാരതം തകർന്നിടാതെ കാക്കണം. അപ്പൊ ആ ഒരു മെസ്സേജ് ഇന്ത്യയിലെ വോട്ടർമാർ കാത്തു. ഭരണഘടനയെ ഞങ്ങൾ വിട്ടുതരില്ല, ഭരണഘടനയെ പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഇന്ത്യ എന്ന് പറയുന്ന മതനിരപേക്ഷ രാജ്യത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ വീണ്ടും ഒരു തളികയിൽ വെച്ച അധികാരം നെവർ. കാരണം അവർ ചെയ്തതിന്റെ കുറെ അനുഭവിക്കാനുണ്ട്, പാപപരിഹാരം ഇനിയുണ്ട്, സമയം. അപ്പോൾ വളരെ കൃത്യമായൊരു നിലപാട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ വോട്ടർമാർ എടുത്തിട്ടുണ്ട്. അത് കുറച്ചു കാര്യം കണ്ടുപഠിക്കാൻ കേരളത്തിലെ ജനങ്ങളും തയ്യാറാവണം. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് അങ്ങനെയില്ല, പ്രബുദ്ധരതയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവർ സ്വന്തം ജീവിതാനുഭവം വെച്ചിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിനനുസരിച്ച് മാറാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളത് കേരളം കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോഴും നമുക്കിവിടെ പരമ്പരാഗതം വെച്ചുകൊണ്ട് പരമ്പരാഗത മണ്ഡലം, പരമ്പരാഗത വോട്ടർമാർ എന്ന് അത് മാറിയാലേ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇപ്പോഴും പറയാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാവരും പഠിക്കണം, സ്ഥാനാർത്ഥികൾ പഠിക്കണം. എന്തുകൊണ്ട് വോട്ടർമാർ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് വോട്ടർമാർ എനിക്ക് വാരിക്കോരി വോട്ട് തന്നു, അതൊരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ നേട്ടമാണോ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ തന്നത്, ഇനി ഞങ്ങളെ തീർത്തും അവഗണിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങളും പഠിക്കണം, ഇടതുപക്ഷവും പഠിക്കണം. ഇനി ഭരണവിരുദ്ധ വികാരം എന്ന് മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ പൊതുവെ പറയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ ചെറിയൊരു അംശം ഉണ്ടാകും എന്ന് ഞാൻ ചോദിക്കുന്നു. ചെറിയൊരു അംശം. കാരണം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഭരണം ഏത് സംസ്ഥാനത്താണ് ഉള്ളത് എന്ന് കാണിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളും ഇത് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ന സ്റ്റേറ്റ് നോക്കൂ, കേരളത്തെക്കാൾ എത്രയോ ബെറ്റർ ആണ് എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഉണർവ് എങ്ങനെയുണ്ടായി, അത് ഈ ഭരണത്തിന്റെ ഭാഗമാണ്. ആരോഗ്യ മേഖലയിൽ ഉണർവുണ്ടായി, ഈ ഭരണത്തിന്റെ ഭാഗമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ക്ഷേമ പെൻഷനുകൾ 400 അല്ലെങ്കിൽ 600 രൂപയിൽ നിന്ന് 1200 രൂപയായി വർദ്ധിപ്പിച്ചു. അത് ജനങ്ങളുടെ അവകാശമാണ്. പക്ഷെ ആ അവകാശം അംഗീകരിച്ചതൊരു ഗവൺമെന്റാണ്. അതിൽ വീഴ്ച വന്നു, കൊടുക്കാൻ വിതരണത്തിൽ വീഴ്ച വന്നു. അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതും പച്ചപരമാർത്ഥമാണ്. പക്ഷേ മാധ്യമങ്ങൾ പലതും മറച്ചുവെച്ചു. അതിന്റെ ഒരു ഭാഗമായി ജനങ്ങളെ ആ രീതിയിൽ ചെറിയ തോതിൽ, ജനങ്ങളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല കേട്ടോ, പക്ഷേ പ്രൊപ്പഗാൻഡ ഈസ് പ്രൊപ്പഗാൻഡ, അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇനി ഇതെല്ലാം ചെയ്തിട്ടും
നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ എന്തെങ്കിലും ആ കുട്ടിക്ക് കുറവുണ്ടോ എന്ന് സ്വയം ആ കുട്ടി പരിശോധിക്കണം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടപ്പോൾ പലർക്കും സംശയം തോന്നി. അപ്പോൾ ആ സംശയത്തിനൊന്നുള്ളൊരു വകയില്ല. ഞാൻ ഉൾപ്പെടെ എൻ്റെ പ്രസ്ഥാനം കൂട്ടായ്മയും LDFും കോൺഗ്രസും ജനങ്ങളും, ഈവൻ ജനങ്ങൾ വോട്ട് ചെയ്തു, ഓക്കെ, പക്ഷെ അവരും ഇതെല്ലാം പഠിച്ച് ഒരു വിശകലനത്തിലെത്തി കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായം. ഞാൻ വേറൊരാളെയും കറക്റ്റ് ചെയ്യണമെന്നല്ല, ഞാൻ എന്നെ തന്നെ പറയാണ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതാണ്. നന്നാവില്ല എന്നുള്ളൊരു രീതിയിലേക്ക് പോകരുത് ആരും. എന്നെ തന്നെ അമ്മാവാ ഞാൻ നന്നാവില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഉൾപ്പെടെ പോകരുത്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം, എന്റെ പ്രസ്ഥാനം കറക്റ്റ് ചെയ്യണം. ഇത് ടീച്ചർ ചെയ്തത് ശരിയായില്ല, ഇന്നത് പറഞ്ഞത് ശരിയായില്ല എന്ന് എന്റെ പ്രസ്ഥാനം കറക്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഉത്തരവാദിത്വം ഒരു പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക്, ഇടതുപക്ഷത്തിന്റെ ഒരു അണി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് കാണാനും അതിനനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഭരണപരമായ ചില പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ജനങ്ങളോട് തുറന്നു പറയാനും, അത് തുറന്നു പറച്ചിലൊക്കെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും പരിശോധിക്കണം എന്നാണ് ഞാൻ അല്ല, ജനങ്ങൾ അതിൽ തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഇത്രയും വോട്ട് കിട്ടിയാൽ പോരല്ലോ. അപ്പോൾ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവർ വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ അതില് ഇന്ത്യ എന്നുള്ള ഒരു ഇത് വരണം. ഒരു കാരണവശാലും ആ ഇന്ത്യ മുന്നണിക്കൊരു പരിക്ക് പറ്റരുത്, അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടാകണം എന്ന് ധരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഇടതുപക്ഷം പോവുകയാണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, പക്ഷെ കോൺഗ്രസ് ആണ് ദേശീയ പാർട്ടി എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് കറക്റ്റ് ചെയ്ത് പോയാൽ ആവുന്നതേ ഉള്ളൂ. അപ്പൊ അതിൽ ചോർച്ച എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറെ പേര് അങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്തു. എന്റെ ബൂത്ത് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന വാർഡുകൾ തീർച്ചയായിട്ടും കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസിന് വളരെ നല്ല വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് അവര് കോൺഗ്രസിന് വോട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും ലോക്സഭാ ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേണിലല്ല ജനങ്ങൾ പ്രതികരിക്കുക. കാരണം അത് അവർക്ക് നേരിട്ട് ഒരാളെ കിട്ടുന്നതാണ്, അവർക്ക് അറിയുന്ന ഒരാള് അവർക്ക് പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് ചെയ്യാം. ഇതിപ്പോ എനിക്ക് ഒരു വലിയൊരു സമുദ്രത്തിൽ ഞാൻ കയറി അവിടെ കുറച്ചൊക്കെ കൈയും കാലിട്ടൊക്കെ തുഴഞ്ഞു, കുറച്ചു പേർക്ക് വിശ്വാസമായി. പക്ഷെ ആ ഒരു വിശ്വാസം ആർജിക്കാനുള്ള ഒരു അവസരം എനിക്ക് ആയിട്ടില്ല. ഞാൻ പെടുന്നനെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പെടുന്നനെ വന്നൊരു സ്ഥാനാർത്ഥി. അപ്പൊ ജനങ്ങൾക്ക് അയ്യോ ഇവർക്ക് വോട്ട് ചെയ്താൽ ശരിയാകൂല്ലേ? നേരെ മറിച്ച് ശ്രീ ഹൈബി ഈഡൻ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പൊ അതൊക്കെ അങ്ങനെയേ ഞാൻ കാണുന്നുള്ളൂ. ജനങ്ങൾക്ക് ഞാൻ എന്താണെന്ന് ഇപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജ് എഴുതുമ്പോൾ അതിന്റെ കമന്റുകൾ നോക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ, ഞങ്ങൾ വോട്ട് ചെയ്തത് തിരിച്ചായിപ്പോയി, അങ്ങനെ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു കമന്റ്സ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ചാനലുകളിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും ഫേസ്ബുക്ക് പേജിൽ ഞാൻ എഴുതുമ്പോഴായിരിക്കും അതിന്റെയൊക്കെ ഒരു പ്രതികരണം അവരങ്ങനെ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കും വന്നിട്ടുണ്ട്. പക്ഷെ അത് തോന്നൽ വന്നപ്പോഴേക്കും കാര്യം കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഞാൻ അറിയപ്പെടാത്ത ഒരാള് പെടുന്നനെ വന്നപ്പോ എന്താണ് ഇവരുടെ സ്ട്രെങ്ത്, അപ്പോ ഹുവാമൈ എന്ന് തെളിയിക്കാനുള്ളൊരു സമയത്തിന്റെ ഒരു പരിമിതി. നിങ്ങൾ ഇപ്പോൾ ഒരു പൊതുവെ വീക്ഷിക്കുമ്പോൾ ധാരാളം സമയം കിട്ടിയെന്ന് പറയും. അത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് ഓക്കെ, പക്ഷെ അല്ലാത്തൊരു ന്യൂ കമറിനെ സംബന്ധിച്ച് അത് പോരാന്നുള്ളൊരു അഭിപ്രായം. അയ്യോ, അത് പറയാനില്ലല്ലോ. ഇവിടെ ഒരാളെ പിടിച്ചു നിർത്തി ഒരു പരിധിവരെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. ഒരു പരിധിവരെ ജനങ്ങളുടെ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അത് തുടർന്ന് തന്നെ പോകും. അതിപ്പോ ഇനിയിപ്പോ സ്ഥാനം കിട്ടിയാലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിലൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് ജീവിക്കണം എന്നുള്ളത് എന്റെ ഒരു ചെറുതിലേ ഉള്ളൊരു ബാല്യത്തിലേ ഉള്ളൊരു ഇതാണ്. അത് എന്റെ ഓരോ ജീവിതഘട്ടത്തിലും ഞാനത് പാലിച്ചു പോന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സംഘടനയിലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയിലാവാം, ഞാൻ ജോലി ചെയ്യുന്ന അധ്യാപക സംഘടനയിലാവാം, ഏതിലാണെങ്കിലും ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്റെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് മസ്റ്റാണ്.